അനാവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടും. ഉദാഹരണങ്ങളിലൂടെയാണ് അത് പ്രൂഫ് ചെയ്യാൻ പറ്റുക. അനാവശ്യം കേൾക്കുന്ന ചെവിയാണെങ്കിൽ ആവശ്യമുള്ളത് കേൾക്കാനുള്ള ചെവി അത് പോയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, വയലിന്റെ മജ്‌ലിസിൽ മൂപ്പർക്ക് ഒരു നിലക്കും താല്പര്യം ഉണ്ടാവില്ല. ചീരണി വേണമെങ്കിൽ വിതരണം ചെയ്യും, പക്ഷെ ക്ലാസ്സിൽ ഇരുത്തെങ്ങനെയും കിട്ടൂല. അഥവാ യൂട്യൂബിൽ നിന്ന് പേരടുസൈന്റെ വയൽ 5 എണ്ണം കേട്ടാൽ തന്നെ 6ാമത്തെ ഒരു ഹറാമ് കാണും, കേൾക്കും. എന്തുകൊണ്ട്? ആ 5 എണ്ണത്തിന് ഫലം ഉണ്ടാവില്ല. ഉപകാരം ഉണ്ടാവില്ല. കാരണം അനാവശ്യ ഗീബത്തോ മ്യൂസിക് ഗാനോ എന്തെങ്കിലും കേട്ടതുകൊണ്ടാണ് ഈ ചെവിക്ക് ആ തൗഫീഖ് അല്ലാഹ് ബ്ലോക്ക് ചെയ്തത്. അതാണ് പ്രശ്നം. അനാവശ്യം പറഞ്ഞാൽ ആവശ്യമുള്ളത് പറയാനുള്ള ചാൻസ് മിസ്സാവും. അതാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ചെയ്യുന്ന ഇബാദത്തിൽ ടേസ്റ്റ് നിനക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നീ ഉറപ്പിച്ചോളി, നീ എന്തോ അനാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഷുവർ, ഉറപ്പ്. ഏറ്റവും ആവശ്യമുള്ള കാര്യമായ മരിക്കണ സമയത്തുള്ള ദിക്ർ ചൊല്ലലായിരിക്കും ചിലപ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നത്. അള്ളാഹു കാക്കട്ടെ. ഭയങ്കര അപകടം. ആവശ്യമുള്ള മാത്രം പറയാം. അപ്പൊ ഒരാൾ ഇവിടെ വന്നാൽ ആവശ്യമുള്ള മാത്രം ചോദിക്കുക. കല്യാണം കഴിച്ചിട്ട് എത്രയാ? 10 കൊല്ലം. എത്ര കുട്ടികളുണ്ട്? ഒന്നേ ഉള്ളൂ. എന്തൊക്കെ അസുഖമായിട്ടുണ്ടോ? വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്? വേറെ പണിയൊന്നുമില്ല. ഇനി ഒരു ഉസ്താദ് ഇവിടെ വന്നെന്ന് വിചാരിക്കുക, ഒരു ഗസ്റ്റ് വന്ന് ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പൊ ഉറങ്ങാൻ വേണ്ടി പോയാൽ വിശ്രമിക്കാനോ? പൊതുവെ നമ്മുടെ നാട്ടിലുള്ള റൂട്ട് എന്താ? വിശ്രമിക്കാണോ? അതിന്റെ അർത്ഥം വിശ്രമിക്കാൻ വിടൂല എന്നാണ്. സെൽബിന്റെ മേനക്കുള്ള ഒരുപാട് ആശയങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തിന് നമ്മൾ ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ആവശ്യമുള്ളത് പറയാനുള്ള ചാൻസ് അങ്ങോട്ട് മിസ്സാവും. അനാവശ്യം നമ്മൾ കണ്ടു, അന്യ പെണ്ണിനെ കണ്ട് സുഖിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ റൊമാൻറ്റിക് ആവില്ല. ഒരു നിലക്ക് ഭാര്യനെ ഒരു സുഖം കിട്ടൂല അയാൾക്ക്. ആ ഭാര്യനെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തി, നീ ഒരു സ്റ്റൈലില്ല, നിനക്ക് ഭംഗിയില്ല. ആ പെണ്ണ് നല്ല ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് ധരിച്ച് കുളിച്ച് വൃത്തിയായി കോസ്മെറ്റിക്സ് അനുഭവിച്ച് എല്ലാ സ്റ്റൈലും ഉണ്ടാക്കി. പക്ഷെ ഇയാൾക്ക് ആ പെണ്ണ് ഭംഗി ഉണ്ടാവില്ല. കാരണം ഹറാമ് കണ്ട കണ്ണിന് ഹലാലിലെ സുഖം മിസ്സായി പോകും. എന്നിട്ട് ഈ പെണ്ണിനോട് തർക്കത്തിൽ ഏർപ്പെട്ട് ഈ പെണ്ണിനെ തൊലാക്കല്ലി എന്ന് വിചാരിക്കുക. അങ്ങനെ പഴയ ഓർമ്മയിൽ നൊസ്റ്റാൾജിയയിൽ ഈ പെണ്ണിന്റെ ഫോട്ടോ ഇപ്പൊ നോക്കാനും പാടില്ല, ഹറാമാണ്. ആ പെണ്ണിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സുഖമായിരിക്കും. കാരണം ഇപ്പൊ അത് ഹറാമാണ്. ഹറാമിലാണ് അയാൾക്ക് സുഖം ഉണ്ടാവുക. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ദുനിയാവിൽ ഹലാലിലെ സുഖം നഷ്ടപ്പെട്ട് ഹറാമിൽ ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കാത്ത കാലത്തോളം നമ്മൾ എന്ന് നന്നാവാനാ?